Hi friends, welcome back to MALAYALAM stitching. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു അടിപൊളി ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇതൊരു റയോണ്ട ക്ലോത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന്റെ നെക്ക് പ്ലീറ്റഡ് നെക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്കിന് മാച്ച് ആയിട്ട് കൈക്ക് ഞാൻ അതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ സെന്ററിൽ മുഴുവനായിട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വേസ്റ്റിന് ഇതുപോലെ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ താഴ്വശത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2.5 മീറ്റർ ക്ലോത്ത് ആണ്. അപ്പോൾ തുണിയെ ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് 44 ഇഞ്ച് വീതിയാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഫ്രില്ലിനെ നമുക്ക് ഒരു 8 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 37 ഇഞ്ചും അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി 38 ഇഞ്ചിലുള്ള ലെങ്ത്തിൽ ഞാൻ ഇതുപോലെ 2 പീസ് രണ്ടായി മടക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പീസ് ഓപ്പണിങ്ങും അതുപോലെ രണ്ടാമത്തെ പീസ് ഫോൾഡ് ചെയ്ത ഭാഗമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓപ്പണിംഗ് ഭാഗത്ത് 1.5 ഇഞ്ച് വിട്ടു കൊടുത്തതിന് ശേഷം വേണം നമുക്ക് രണ്ടാമത്തെ ഫോൾഡ് ചെയ്ത പീസ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത പീസിൽ നമുക്ക് നെക്കും ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. 2.5 ഇഞ്ച് നെക്ക് ലെങ്ത്തും അതുപോലെ നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒരു 7 ഇഞ്ചിലും അതുപോലെ ആം ഹോൾ ഒരു 7.5 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏഴര ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 2.5 ഇഞ്ചിൽ നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാൻ ഇവിടെ എടുക്കുന്നത് 12 ഇഞ്ചാണ്. ഇഞ്ചിൽ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ വേസ്റ്റും 12 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ സെൻറ്ററിൽ ടൈ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലൂസിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിൻ്റെ നെക്കും ആം ഹോളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അതുപോലെ ഇതിൻ്റെ താഴ്വശത്ത് 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതിൽ നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് പീസ് മുതലാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഈ പീസ് നമുക്ക് താഴ്വശത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് 8 ഇഞ്ചാണ് പ്ലീറ്റ്സ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി 9 ഇഞ്ചിൽ നമുക്ക് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് നെക്കിന് ഫ്രില്ല് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചിൽ ഇതുപോലെ മടക്കി വെച്ച പീസ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലീവിന് ഞാൻ ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 9 ഇഞ്ചിൽ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് താഴേക്ക് ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈയിൻ്റെ ലെങ്ത് ഒരു 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 6.5 ഇഞ്ചിൽ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്കിതിന് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി സ്ലീവിൻ്റെ താഴ്വശത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പീസിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് വീതിയിൽ പീസ് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം.
നല്ല വശം ഒരുമിച്ച് വെച്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിൻ്റെ നെക്കിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസ് ഞാൻ അതിൻ്റെ അറ്റവശം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് പീസിൽ 1.5 ഇഞ്ച് വിട്ട് അവിടുന്ന് തൊട്ടിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ തുടങ്ങാം. ഇതുപോലെ നമുക്ക് ഓരോ പ്ലീറ്റ്സും ഇട്ട് കൊടുത്തിട്ട് നെക്ക് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ഫ്രണ്ട് പീസിൽ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം മുതലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ എല്ലാ പ്ലീറ്റ്സും ഒരേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് നെക്ക് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ 1.5 ഇഞ്ച് വിട്ട ആ ഒരു പീസ് നമുക്ക് നെക്കിൻ്റെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് അവിടെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് നെക്കിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി ഇതുപോലെ ഈ ഒരു വശത്തെത്തുമ്പം ആ ഒരു 1.5 ഇഞ്ചും ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് രണ്ടാമതൊരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നെക്ക് കിട്ടും. ഇനി നമുക്ക് ആ ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് താഴേക്ക് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് കൈക്ക് ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കൈക്കും നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് തോന്നിക്കും. അപ്പോൾ നമ്മൾ നെക്കും അതുപോലെ തന്നെ കൈയൊക്കെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ 2 വശവും ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു 14 ഇഞ്ചിൽ നമുക്കൊന്ന് ഇതുപോലെ വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ബാക്ക് വശവും 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലൂടെ സെൻറ്ററിലൂടെ ഒരു പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇഞ്ചിലുള്ള പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്തു നിന്നും മുകൾ വശത്തു നിന്നും 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ താഴ്വശത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് 2-3 ജോയിൻ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്ലീറ്റ്സ് നമ്മളെ ഇഷ്ടത്തിന്
പ്ലീറ്റ്സ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എടുക്കാം, അതല്ല കുറഞ്ഞ പ്ലീറ്റ്സ് മതിയെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റവശം ഞാനൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. മുകൾ വശത്ത് സ്റ്റിച്ച് വലുതാക്കിയിട്ട് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വശത്ത് സ്റ്റിച്ച് വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് കിട്ടും. നമുക്ക് ഇതിൻ്റെ നല്ല വശം ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ഒന്ന് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ മുഴുവനായിട്ട് ഞാൻ ബട്ടൺസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.